ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വലിയ കാര്യമായിട്ടുള്ള പാചകമൊന്നുമില്ല കേട്ടോ. ഇന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ്. അമ്മയുടെ വീട്ടിൽ രണ്ടാമത്തെ ദിവസമാണെന്ന്. പിന്നെ കുറച്ച് ദോശ ചുട്ട് രാവിലെ തന്നെ തിന്നാമെന്ന് വെച്ചു. അപ്പം അമ്മ നേരത്തെ മാവൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പം അവർ ഇഡ്ഡലി ഉണ്ടാക്കി. ഞാനപ്പോൾ എനിക്ക് ദോശ ഇഷ്ടം ഇഡ്ഡലിയെക്കാട്ടിലും. അതുകൊണ്ട് ഞാൻ നല്ലൊരു ദോശയൊക്കെ ചുട്ട് അമ്മ തന്നെ ഇഡ്ഡലിക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടൊരു നല്ല അടിപൊളി ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ. അങ്ങനെ ഞാൻ അവിടെ മാവൊക്കെ കോരി ഒഴിച്ച് ദോശയൊക്കെ ചുട്ട്, ഷേപ്പൊന്നുമില്ല എന്നാലും ഉറക്കത്തേന്ന് എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ചെയ്ത പണിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വലിയ ഇതൊന്നുമില്ല. ഇതിൽ കുറച്ച് എണ്ണയൊക്കെ തൂവിയിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ കുറച്ച് നല്ല എണ്ണയൊക്കെ തൂവിയിട്ടാണ് ഞാൻ ദോശ ചുടുന്നത്. നെയ്യ് ഉണ്ടായിരുന്നില്ല, നെയ്യ് ഇട്ട് ചുടുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ നെയ്യ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ല എണ്ണയൊക്കെ തൂവി ദോശയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ, എനിക്ക് ദോശ നല്ല മൊരിഞ്ഞ ദോശയാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുക്കുള്ളൂ ദോശ. ഒന്നുകൂടി ഇത് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മറിച്ചിട്ട് കൊടുക്കും കേട്ടോ. അതിനെ മറിച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടി ചെറിയ തീയിലിട്ട് ഒന്നും കൂടെ മൊരിയിച്ചെടുക്കും. അതാണ് എനിക്കിഷ്ടം. ദോശയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഡ്ഡലിയെക്കാട്ടിലും. ഹെൽത്ത് വൈസ് ഇഡ്ഡലിയാണ് നല്ലതെന്നാണ് പറയുന്നത്. ദോശയും രണ്ടും നല്ലതാണ്. ദോശയിൽ എണ്ണ ചേർക്കുന്നതുകൊണ്ടാണ് അത് ഹെൽത്തിനൊരു പ്രോബ്ലമാണത്. ഇഡ്ഡലി പിന്നെ ആവിയിൽ വേവിക്കണതല്ലേ. എന്തായാലും ഞാൻ ദോശയാണ് എനിക്കിഷ്ടം. അപ്പോൾ ആ ദോശയൊക്കെ മറിച്ചിട്ട് ചെറുതായിട്ടൊക്കെ മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനും. അപ്പോൾ നല്ല മുരാന്നിരിക്കണം 3 ദോശയാണ് കേട്ടോ ഞാൻ ചുട്ടെടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഞാൻ 2 ദോശയൊക്കെ കഴിക്കാറുള്ളൂ. ഇതിപ്പോൾ അമ്മയുടെ അടുത്ത് വന്നിരിക്കണതല്ലേ, അപ്പോൾ ആ ഒരു സന്തോഷവും എല്ലാം കൊണ്ടും അമ്മ ആട്ടിയ മാവുകൊണ്ടുണ്ടാക്കിയ ദോശയും ചട്നിയും. ഇതപ്പോൾ അമ്മ ഇവിടെ എനിക്ക് വേണ്ടിയിട്ട് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് സാമ്പാർ ഉണ്ടാക്കിയതുകൊണ്ട് ഒരു ചമ്മന്തിയിൽ ഒതുക്കി തേങ്ങാ ചമ്മന്തി മാത്രമേ ഉള്ളൂ. അത് മതി, അത് ധാരാളമാണ് കേട്ടോ. അല്ലെങ്കിൽ അമ്മ ചുമന്ന ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ തേങ്ങാ ചട്നി നല്ലതാണ്, എനിക്കിഷ്ടമാണ്. ചമ്മന്തി സാമ്പാർ കൂട്ടുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം ദോശയുടെ ഒപ്പം ചമ്മന്തി തന്നെ കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശയും ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കഴിക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ചട്നി റെഡി ആയിട്ടുണ്ട്. ഞാനപ്പം രാവിലെ ചായയൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ജീരകം വെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് കഴിക്കാം. അമ്മ തന്നെ അരിയൊക്കെ ഇട്ട് മാവ് ആട്ടിയെടുത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ബൈ.